സിദ്ദിഖ് ലാലും ഒക്കെ അങ്ങനെയാണ്. അതൊരു ഭയങ്കര പിക്നിക് മൂഡ് അനുഭവിച്ചൊരു സിനിമയാണ്. ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്ര നേരൊക്കെ എന്താ ചോദിച്ചത്? തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവനെ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ, അതും എനിക്കറിയാം സാർ. മുണ്ട് മതിയായിരുന്നു. ഏയ് കൂട്ടു വേണം, കൂട്ടു വേണം. ഇപ്പൊ സകല തെണ്ടികൾ കൂട്ടിട്ടാ നടക്കണേ. പിന്നെ താനെന്താ ഇടാത്തെ? സാറേ, എന്റെ ന്യൂട്രൽ എവിടാന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. KCBയിൽ ജോലി, ന്യൂട്രൽ ഏതാന്ന് അറിയില്ല. ആ ബ്ലാക്ക് വേറെ പിടിച്ചേ. അത് ഫേസ്, ഇപ്പുറത്തിരിക്കുന്നത് ന്യൂട്രൽ. ഇനി തെറ്റല്ലേ? സിമിത്തേരി ഉടനെ വൃത്തിയാക്കിച്ചൊള്ളാം. ആർക്കാണോ നിങ്ങളുടെ കൈ കൊണ്ട് ശവം അടക്കാനുള്ള ഭാഗ്യം ആദ്യം കിട്ടുന്നത്? കപ്പിയാർക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്കൊരു 60. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ഓക്കെ, തോമസ് കുട്ടി, അപ്പുകുട്ടൻ, ഗോവിന്ദൻകുട്ടി, മഹാദേവനായിട്ട് ഇവര് ഇങ്ങനത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ രസം ഉണ്ടാവും തോന്നിയത് ആരൊക്കെ ആയിരിക്കും? ഞാൻ തോന്നിയിട്ടില്ല. അതായത് ഒരു ഇന്ത്യക്കാരൻ തന്റെ ബോത്തിനെ കൊണ്ട് പാകിസ്ഥാന്റെ അതിർത്തി കെട്ടി. ഇത് പുല്ല് തിന്നണത് ചൈനക്കാരന്റെ പറമ്പിന്ന്. ഇതിനെ കറക്കാനുള്ള യോഗ്യത ആർക്കാ ഉള്ളത്? പക്ഷെ ഇന്ത്യക്കാരന്റെ അല്ലേ പോത്ത്? ആ പോത്ത് എവിടെ നിന്നൊക്കെ പുല്ല് തിന്നാലും പോത്ത് ഇന്ത്യക്കാരന്റെയാ. അതുകൊണ്ട് പാല് കറക്കാൻ ഇന്ത്യക്കാരനല്ലേ അവകാശം അല്ലേ? പോത്തിന് എവിടുന്ന പാല്? അല്ലേ, ഇത് ജയറാമിന്റെ കല്യാണം. കല്യാണം, അതിനെന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ നിങ്ങൾ ഒരുമിച്ച്? എത്രയോ ഇവരുടെ പ്രണയം തുടങ്ങുന്ന സമയം മുതൽ അതൊക്കെ ഞാൻ ഒരുപാട് ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ പഴയ ഇന്റർവ്യൂകൾ എടുത്ത് കണ്ടാൽ